ഉം. ഓക്കെ, അപ്പൊ എന്താണ് ക്ലാരിറ്റി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൃത്യമായിട്ട് ഒരു എന്താണോ വേണ്ടത് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. വാട്ട് ഐ വാണ്ട്, എനിക്കെന്താ വേണ്ടത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്തൊക്കെ. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനൊരു പ്രൊഫഷണൽ സെയിൽസ്മാനാണ്. എൻ്റെ പ്രൊഫഷൻ എന്നുള്ളത് സെയിൽസ് ആണ്. ഇപ്പോൾ പലതരത്തിലും ഞാൻ പല കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോച്ചിങ് ഞാൻ പഠിച്ചു. അതെന്താ, ഞാൻ ഹൈ ടിക്കറ്റിലോട്ട് പോകുമ്പോൾ അവിടെ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കലാണ് കോച്ചിങ്. അപ്പൊ അതിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോച്ചിങ് എന്നുള്ള മേഖല എടുത്തത്. അപ്പൊ എപ്പോഴും എനിക്ക് എന്തൊരു ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഡിസിഷൻ വളരെ ഷാർപ്പാവും. എനിക്ക് എന്താ പറയുക, സമയം ഒരുപാട് ലാഭിക്കാം. അപ്പോൾ വൈ ക്ലാരിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസിൽ സമയം ലാഭിക്കാൻ പറ്റും. രണ്ടാമത്, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെയിൽസിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ബൈജൂസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡെയിലി ഇത്ര മണിക്കൂർ കോളിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കോൾ ചെയ്ത ആളുകളായിട്ട് കണക്ട് ചെയ്താലേ എനിക്ക് സാലറി കിട്ടുള്ളൂ. അവിടെ ഒരു ക്ലാരിറ്റി കിട്ടി. എനിക്ക് ആ ദിവസത്തെ എൻ്റെ പേയ്മെന്റ് കിട്ടണമെങ്കിൽ 2 മണിക്കൂർ ഞാൻ സംസാരിക്കണം. അവര് തന്നത് എനിക്ക് ക്ലാരിറ്റിയാണ്. എനിക്ക് 2 വീഡിയോ കൺജഷൻ എടുക്കണം, 2 കസ്റ്റമറെ ഇതുപോലെ സൂമിൽ മീറ്റ് ചെയ്ത് അവരെ സെയിൽ ക്ലോസ് ചെയ്യണം. അവിടെ എനിക്കും തന്നത് ക്ലാരിറ്റിയാണ്. മൂന്നാമത്, കൃത്യമായിട്ട് ഇൻസെന്റീവ് പ്ലാൻ അവർ എനിക്ക് തന്നു. നജമുദ്ദീൻ ഇത്ര സെയിൽ അടിച്ചാൽ ഇന്നത്, ഇതിന്റെ മുകളിലേക്ക് അടിച്ചാൽ ഇത്ര പെർസെൻറ്റേജ്. ക്ലാരിറ്റി ആണ് ഏതൊരു മേഖലയിലും മുന്നോട്ട് വെക്കുന്ന ഫസ്റ്റ് കാര്യം. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളതാണ്. ഇപ്പൊ ഇനീഷ്യലി എൻ്റെ ഒരു ജേണിയിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഹെൽപ്പായത്, എൻ്റെ ടൈം എനിക്ക് ലാഭിക്കാൻ പറ്റി. എൻ്റെ സാലറി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എൻ്റെ ടൈം അവിടെ എനിക്ക് ലാഭിച്ചു. ഒരുപാട് പേര് എങ്ങനെ ഫിനാൻഷ്യൽ മേഖലയിൽ ക്യാഷ് വന്നാൽ എങ്ങനെ വേണം, ക്ലാരിറ്റിയാണ്. എൻഡ് ടു എൻഡ് ക്ലാരിറ്റിയാണ്. അപ്പൊ ഏതൊരു കാര്യത്തിലും ഫസ്റ്റ് പിക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇത് എന്തിനാ ചെയ്യുന്നത്, വൈ. വൈ എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാം, പർപ്പസിന്റെ ഓറിയന്റഡ് ക്വസ്റ്റ്യനാണ്. പർപ്പസ് ഓറിയന്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പൊ പർപ്പസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ അതിന്റെ ക്ലാരിറ്റി ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്, എനിക്ക് ഒരുപാട് സമയം വേണം. ഒരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് ചിന്തിക്കണം. ഇത് എടുത്താൽ ഇനി ലോസ് ആവോ, തെറ്റാവോ, ഒച്ചാവോ. ഇത് ഒരു ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് അയാളെ ആക്ഷൻ എടുക്കുകയാണ്. അയാളവിടെ റിസൾട്ടുമല്ല നോക്കുന്നത്. എനിക്ക് ഈ വഴിയിലൂടെ പോയാലേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുള്ളൂ. റിസൾട്ട് അവിടെ സെക്കൻഡറിയാണ്. അവിടെ ആ പ്രോസസ്സാണ് അയാൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ക്ലാരിറ്റിയുടെ ഒരു പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ലേണിങ്ങിലൂടെ പോകും. ഒന്നാമത്, എനിക്ക് എങ്ങോട്ട് എത്തേണ്ടത് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരേ സമയം HR നോക്കും, ഒരേ സമയം സെയിൽസ് നോക്കും, ചിലപ്പോൾ പാരന്റിങ് കോച്ചാവും, ഇപ്പോൾ കോച്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ മേഖലയിലാവും. അപ്പൊ എന്താണ് എൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് എന്നെ കുറിച്ച് അറിയണം. എന്നെ കുറിച്ച് എനിക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവണം. അതും ക്ലാരിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിൽ ക്ലാരിറ്റിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, നമ്മളൊരു ഇന്നത്തെ ഒരു സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. അപ്പോൾ 3 പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ എക്സ്പീരിയൻസ്, ഞാനൊരു 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ പ്രയോറിറ്റൈസേഷൻ ഒന്നുമില്ല. ഇവിടെ എല്ലാവരും ആ ഒരു ലെവലൊക്കെ കടന്നു വന്ന ആളുകളാണ്, ഞാൻ അറിയുന്ന ആളുകളാണ്. ഇതൊരു ഇൻകം സ്ട്രീം മെത്തേഡ് അല്ല ഇവിടെ. എനിക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ കോച്ചിങ് എടുത്ത ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എല്ലാവരുടെയും സ്കില്ല് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത്. എൻ- എല്ലാവർക്കും ക്ലാരിറ്റി എന്താന്നുള്ള ഒരു ജനറൽ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് ക്ലാരിറ്റി ഫോർ യു, നിങ്ങൾക്ക് എന്താണ് ക്ലാരിറ്റി? വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്വസ്റ്റ്യൻ. രണ്ടാമത്, എന്തുകൊണ്ടാണ് ക്ലാരിറ്റി ഇമ്പോർട്ടൻറ്റ്? അതൊരു ലൈഫ് സ്റ്റോറി ആക്കി പറയാന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി എനിക്കുണ്ടാവും, ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടാവും. അത് വെച്ച് കണക്ട് ചെയ്ത് പറയും. എന്തുകൊണ്ടാണ് ഈ സ്റ്റോറി പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റോറി പറയുന്നതോടൊപ്പം നമ്മൾ നമ്മളോട് തന്നെ കണക്ട് ചെയ്യാണ്.
എനിക്ക് ക്ലാരിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോറി പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേക കാര്യങ്ങൾ. അപ്പൊ ഈ ബെനിഫിറ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത്? യെസ്, 5 മിനിറ്റ് ആണ്. അപ്പൊ 5 മിനിറ്റ് എന്നുള്ളത് ഒരു ടൈം കൺസേൺ ആയിട്ട് പറയാണ്. അപ്പൊ ആ രീതിയിൽ അതിനെടുക്കാന്നുള്ളതാണ്. യെസ്, സജിന മാം. Hi leaders, how are you all of you? ഫൈൻ, ക്യാരി ഓൺ. ഞാൻ ഞാൻ എൻ്റെ ചെറിയൊരു ലൈഫ് സ്റ്റോറി പറയാം. എനിക്ക് ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തൊരു സ്റ്റാൻഡ് പറയാം. ആക്ച്വലി ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. എനിക്ക് കുറച്ചൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പേരൻസും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് നാട്ടിലാണ് ബെസ്റ്റ്. കാരണം എല്ലാവരും ഉണ്ടല്ലോ നാട്ടിൽ, നമ്മള് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊക്കെ. പക്ഷെ എൻ്റെ ഒരു ഇതില് എനിക്ക് നല്ലൊരു ആദ്യം ഉണ്ടായിരുന്നില്ല, ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തിങ്കിങ്ങും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടിയപ്പോഴാണ് ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്, നാട്ടിലാണോ ബാംഗ്ലൂരിലാണോ നിൽക്കേണ്ടത്, നാട്ടിൽ നിന്നാൽ എന്താണ് എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, എനിക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, എൻ്റെ ഗ്രോത്ത്. ഈ നമ്മളിപ്പം കോച്ചിങ്ങിൽ പഠിച്ചൊരു ലെവലിലൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കോച്ചിങ്ങും ലീപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊക്കെയായിരുന്നു ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലിനെ മൊത്തം എനിക്ക് എസ് പറയാതെ, ഫാമിലിനോട് ഞാൻ എസ് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ നിൽക്കുക, എനിക്ക് അങ്ങനെ നിൽക്കാം എന്നുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാൽ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഞാൻ എന്താകും, ഞാൻ നാട്ടിൽ നിന്നാൽ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഞാൻ എന്താകും. ഞാൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നോർമൽ ഒരു വീട്ടില് സാധാരണ ആൾക്കാരുണ്ടാകണ പോലെ വീടും വീടിന്റെ പരിസരത്തും കുറെ ഫങ്ഷൻസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് ലൈഫ് അങ്ങനെ പോകുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ. എനിക്ക് കുറെ സോഷ്യൽ വർക്ക് ചെയ്യാം, എനിക്ക് പഠിക്കാം, എനിക്ക് ഒറ്റയ്ക്ക് ഏൺ ചെയ്യാം, എൻ്റെ മോളെ നന്നായിട്ട് പഠിപ്പിക്കുക, എഡ്യൂക്കേഷൻ വൈസും ആ ഒരൊക്കെ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഫാമിലിനോട് എനിക്ക് നോ പറഞ്ഞിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഒറ്റയ്ക്ക് എനിക്ക് ബാംഗ്ലൂരിൽ എൻ്റെ മോൾക്ക് എഡ്യൂക്കേഷനും എൻ്റെ ഗ്രോത്തിനും വേണ്ടിയിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിൽക്കാൻ പറ്റിയതും. ഇപ്പം ഞാൻ ടീച്ചിങ് മേഖലയിലാണ്. കൊറോണ വന്നപ്പം ഓൺലൈൻ ഫെസിലിറ്റീസും കൂടി കിട്ടിയപ്പോൾ ഇപ്പോൾ കുറെ UK US പോലെയുള്ള സ്റ്റുഡൻസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കത്ര ലാംഗ്വേജ് ഒന്നും അറിയണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. ബട്ട് ആ ഒരു കോൺഫിഡൻസിൽ ഇവിടെ നമ്മൾ പബ്ലിക്കിനെ കാണുന്നുണ്ട്. നാട്ടിൽ കുറെ എന്താ പറയാ ബ്ലെയിം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഇവിടെ ആരും വേറെ കണ്ട ലൈഫിലേക്ക് എത്തി നോക്കില്ല. ഗ്രോ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോ നമ്മളുടെ തിങ്കിങ്ങും നമ്മളുടെ എയിമും നമ്മളുടെ വിഷനൊക്കെ കറക്റ്റ് പാത്തിലാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാം. എൻ്റെ ഇന്റൻഷനും കറക്റ്റ് ആണ്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തോണ്ട് ഇന്നിപ്പോ ഞാൻ ലീപ്പിലെത്തി, ഒരു കോച്ചായി, പിന്നെ കുട്ടികളുണ്ട്, വലിയ ആൾക്കാരെ കോച്ച് ചെയ്യണ്. ഇതേപോലെയുള്ള നല്ല നല്ല ലീഡേഴ്സിന്റെ കൂടെ ജോയിൻ ആകാൻ പറ്റി. താങ്ക് യു ഗോഡ്. അന്ന് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഇപ്പൊ നിൽക്കാൻ പറ്റിയത്. അതാണ് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സജിന മാം. അതിലൊരു ക്ലാരിറ്റിയുടെ ഒരു ബ്യൂട്ടി പറഞ്ഞത്, ഗ്രോത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ടൈം ലാഭിക്കാം. എത്ര ടൈമിന്റെ വില? ആർക്കെങ്കിലും ടൈമിന് വില ഇടാൻ പറ്റുമോ? ടൈമിന് വില ക്ലാരിറ്റി ഉള്ളവർക്ക് ഇതാണ്. അപ്പൊ കൃത്യമായിട്ട് എവിടെ ഫോക്കസ് ചെയ്യണം, ആ ഒരു സ്ഥലത്തിന്റെ ഏത് ലൊക്കേഷൻ എടുത്താലാണ് എനിക്ക് കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ മക്കളെ എഡ്യൂക്കേഷൻ. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ പഠിച്ച ഒരാളാണ്. ഞാൻ ബാംഗ്ലൂർ എലങ്കയിൽ MBAക്ക് പഠിച്ച ഒരാളാണ്. അപ്പൊ ആ ഒരു ലൊക്കേഷൻ ഷിഫ്റ്റിൽ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് തീരെ അറിയുന്നില്ല, ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ആ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തോട് കൂടിയിട്ട് എൻ്റെ ക്ലയൻറ്റുകളെ ഇപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഇംഗ്ലീഷ് എന്നുള്ളപ്പോൾ ഞാൻ അറബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊരു ഗ്രോയിങ് മൈൻഡ് സ്റ്റേറ്റ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ
ക്ലാരിറ്റിയുടെ ഒരു ബ്യൂട്ടിയാണ് ഇപ്പോൾ സജീന മാം പറഞ്ഞത്. ആ ഒരു എൻ്റയർ ലൈഫ് സ്റ്റൈലിലുള്ള ഷിഫ്റ്റ്, ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഇന്നത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു, കാരണം അവിടെ എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. താങ്ക് യു സോ മച്ച്. യെസ്. താങ്ക് യു സോ മച്ച് ലീഡർ നജ്മുദ്ദീൻ. സെയിം ആണ്, എനിക്കും വെറും മലയാളം മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്തിയാലാണ് നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുക. ഇപ്പം എന്നെ എക്സ്പേർട്ട് ഒന്നുമല്ല, തമിഴായാലും കന്നഡ ആയാലും ഹിന്ദി ആയാലും ഉറുദു ആയാലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനൊക്കെ നമുക്കൊരു വളരാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്ട്രഗിൾ ചെയ്തിരുന്നു. ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് ഭാഷ അറിയില്ലെങ്കിലും ഞാൻ അറിയുന്ന ഭാഷയിൽ സംസാരിച്ച് നമ്മളുടെ ആ മടിയൊക്കെ അങ്ങ് പോകും. യെസ്. യെസ്. നമ്മളുടെ മൈൻഡിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, ഞാന് എനിക്കൊരു എയിം ഉണ്ട്, എനിക്ക് അവിടെ എത്തണം. അതിന്റെ ഇടയിൽ വരുന്നതൊന്നും നോ മാറ്റർ, എന്നെ ബാധിക്കണതേ അല്ല. യെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എക്സ്പീരിയൻസ്. യെസ്. ഇവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോഴാണ്, ഇവിടെ ഇംഗ്ലീഷ് കോച്ചൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ. യെസ്. സജന മാം, എന്താണ് ഈ ഒരു ക്ലാരിറ്റി എന്നതിനെ മീൻ ചെയ്യുന്നത്? എന്താണ് ക്ലാരിറ്റി? എന്താണ് ക്ലാരിറ്റി കൊണ്ട് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നജ്മുദ്ദീൻ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തതിന്. ആൻഡ് പലർക്കും പലതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. പല വിഷയങ്ങളാവാം, ചിലർക്ക് ഡിസിഷൻ എടുക്കുന്നതാവാം, മറ്റു ചിലർക്ക് ഇതുപോലെ ഒരു പ്ലേസ് ഷിഫ്റ്റിംഗ് ആവാം, കരിയറിലാവാം, എന്തുമാവാം. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ സമയത്താണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും, ഇപ്പോൾ ചിലർ ഹിന്ദി റിക്വയർമെന്റ് പറഞ്ഞിട്ടായിരിക്കും, അപ്പൊ ഹിന്ദി എടുത്തു കൊടുക്കും. പിന്നെ മറ്റുള്ളവർക്ക് അറബിക് ആയിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ ഒരു എന്താ പറയുക, പരന്നിങ്ങനെ കിടക്കായിരുന്നു. എല്ലാത്തിലും ലെസൺ പ്ലാൻ ഉണ്ടാക്കണം, കുട്ടികളെ ഓരോ ഏജ് വൈസ് ആണ്, അപ്പൊ അവരെ പഠിപ്പിക്കണം. അപ്പോ അവിടെ ശരിക്കും ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ചെയ്തത്. എൻജോയ് ചെയ്തു, ബട്ട് എന്താ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഓരോ സബ്ജക്ട് വ്യത്യാസമുണ്ട്, ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടല്ലോ. പിന്നീട് നാരോ ഡൗൺ ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ സെൽഫ് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യണം. വൈ അല്ലെങ്കിൽ വൈ നോട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് ആ ഒരു നാരോ ഡൗൺ പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനിങ്ങിന് ശേഷമാണ് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിലേക്ക് ഒന്ന് നാരോ ഡൗൺ ചെയ്യാൻ പറ്റിയത്. പിന്നെ മറ്റൊരു കാര്യം, ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അത് ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. പക്ഷെ നമ്മൾ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. അങ്ങനെയാണ് എന്താണ് ടീച്ചിങ് തന്നെയാണ്. അറബിക് ആണെങ്കിലും ടീച്ചിങ് ആണ്, ഹിന്ദി ആണെങ്കിലും എല്ലാം ടീച്ചിങ് തന്നെയാണ്. പക്ഷെ അതവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, നമ്മുടെ ഫോക്കസ് ഒന്ന് ലേസർ ഫോക്കസ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ക്ലാരിറ്റി റിയലി ഹെൽപ്പ് മീ. എൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞ ക്ലാരിറ്റി കാരണം മാത്രമാണ്. ആൻഡ് ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അതേപോലെ റീസെന്റ് മറ്റൊരു ഷിഫ്റ്റ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാല്, കരിയറിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പെയിൻ പോയിന്റ്, അതായത് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഒരു പെയിൻ പോയിന്റ് ആണെന്നുള്ള മനസ്സിലാക്കി. എസ്പെഷ്യലി വർക്കിംഗ് പ്രൊഫഷണൽസ്. നാട്ടിൽ പഠിച്ചു വളർന്ന നമുക്ക് മലയാളം മീഡിയം അല്ല, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ പോലും അവിടെയും ടീച്ചേഴ്സ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇതൊരു ഫാക്റ്റ് ആണ്, കാരണം നമ്മൾ എല്ലാവരും മലയാളികളാണല്ലേ. അപ്പൊ ടീച്ചേഴ്സ് പോലും തമ്മിൽ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇവര് കുട്ടികള് പാസ് ഔട്ട് ആയി അവര് ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു വെപ്രാളം, അയ്യോ ഇംഗ്ലീഷ് സംസാരിക്കണല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. അവിടെയും നമുക്കൊരു വേദനയാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ അത് വിട്ടിട്ട് വർക്കിംഗ് പ്രൊഫഷണലിസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അഗൈൻ അതൊരു സാക്രിഫൈസ് ആണ്. പക്ഷെ കരിയറിൽ ആവശ്യം ഉണ്ടായിരുന്നു, ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അഗൈൻ അവിടെയും ക്ലാരിറ്റി തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു വിഷൻ, ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം, ആൻഡ് ക്ലിയർ പേർപ്പസ് ഉണ്ടായിരിക്കണം.
എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കും. താങ്ക് യു. ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. യെസ് യെസ്, ബ്യൂട്ടിഫുൾ. അതിൽ പർപ്പസ് പറഞ്ഞു, അത് കുറച്ചുകൂടി മുകളിലോട്ടുള്ളതാണ്. ഈ ഒരു ക്ലാരിറ്റി സജന മാം പറഞ്ഞതുപോലെ അവിടെ ഒരു എവിടേക്കാണ് എൻ്റെ എനർജി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ പേഴ്സണലി ഞാനൊക്കെ ഫീൽ ചെയ്തൊരു സാധനമാണ്. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് ഭയങ്കര പേടി എനിക്ക്. ബാക്കിയുള്ള പൊതുവെ നമ്മളുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഫിയർ ആണത്. ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. ആളുകൾ എന്താ വിചാരിക്കുക, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യോ, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു മെന്റൽ ഗെയിം. അപ്പൊ അതിൽ ഈ ക്ലാരിറ്റിയെ കുറിച്ച് സജന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ഈസി. ഇതൊരിക്കലും ഒരു ഈസി പ്രോസസ് അല്ല. ക്വസ്റ്റ്യനിങ് പ്രോസസ്സൊക്കെ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കണം അത് വേറൊരു ഘടകമാണ്, ഏത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത്. ബട്ട് വൺസ് ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം അതിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇറ്റ്സ് വെരി 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 ചലഞ്ചിങ്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിനെ ആ ഒരു പ്രോസസ്സിൽ ബിലീവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. അത് ക്ലാരിറ്റി കിട്ടി ഇതിൽ അതൊരു ഇത് തന്നെയാണ് എൻ്റെ വഴി എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴിയായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ വഴി അതാണ്. അത് എന്ത് ചലഞ്ചസ് വന്നാലും അതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു പോയിന്റാണ് സജന മാം അവിടെ തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ഗ്രേറ്റ് വിസിറ്റം. അതൊരു വിസിറ്റാണ്. ആ ഒരു പെയിൻ പോയിന്റ് ഉണ്ട് ഇതിൽ. അതിൽ മുന്നോട്ട് പോകണം. വഴികൾ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. ഒരു ഈസി അല്ല എന്നുള്ള ഒരു 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 സാധനമാണ് അവിടെ വന്നത്. താങ്ക് യു സോ മച്ച്. ആ ഒരു ടേക്ക് അവേ ഇവിടെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നാണ് പറയാനുള്ളത്. യെസ്, ഇനി അടുത്തത് നമ്മളെ ഡോക്ടറാണ്. ഡോക്ടർ, എന്താണ് ഈ ഒരു ക്ലാരിറ്റി? വാട്ട് ഈസ് ക്ലാരിറ്റി ഫോർ യു? എന്താണ് ഡോക്ടർക്ക് ക്ലാരിറ്റി? എന്തുകൊണ്ട് ക്ലാരിറ്റി? എനിക്ക് എന്തുകൊണ്ടാണ് ക്ലാരിറ്റി വേണ്ടത്? എന്താണ് ഡോക്ടർ എക്സ്പീരിയൻസ്? ഹലോ ലീഡേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, നജ്മുദ്ദീൻ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം ഞാനൊരു ഭയങ്കര ഒരു കംഫർട്ട് സോണിലായിരുന്നു. ഞാനത് തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഒരു ക്ലിനിക്ക്, വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്ക്, അവിടെ പോവുക, 10 to 1, 4 to 6 ആണ് എന്റെ വർക്കിംഗ് ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെരി കംഫർട്ടബിൾ. അവിടുത്തെ ജോബൊന്നും നമ്മൾ വീട്ടിലേക്ക് ക്യാരി ചെയ്യുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ് ലേണറാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലേണർ, വേർട്ടിക്കൽ ലേണർ, അത് വലിയൊരു ക്ലാരിറ്റിയാണ് എനിക്ക് തന്നത്. ഞാൻ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അത് പഠിക്കും. കാരണം എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് വൈകുന്നേരം. അപ്പോ അങ്ങനെയായിരുന്നു എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇതില് ലീപ്പിൽ വന്നു കഴിഞ്ഞപ്പോ ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ പാഷൻ ആൻഡ് പേർപ്പസ്, ആ സമയത്താണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. ഞാൻ ബൈ ചോയ്സ് ഞാൻ സെലക്ട് ചെയ്തതല്ല ഡെന്റിസ്ട്രി. എനിക്ക് MBBS, എന്റെ ഉപ്പ ഡോക്ടർ ആയിരുന്നു. എനിക്ക് അതായിരുന്നു, ഉപ്പയായിരുന്നു റോൾ മോഡല്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഡെന്റിസ്ട്രി BDS ആണ് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഓ ദാറ്റ് ഇസ് വാട്ട്, എനിക്ക് ആ ഫീൽഡ് അല്ല, ദർ ഇസ് സംതിങ് വിച്ച് ഐ ഹാവ് ടു ഡു. ഞാൻ ആൾക്കാരെ സെർവ് ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും എനിക്ക് എന്തോ ദർ ഇസ് സംതിങ് ടു ബി ഡൺ എന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതിന്റെ സെർച്ചിലാണ് ഞാൻ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരുന്നത്. ആ ക്ലാരിറ്റി കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് വേർട്ടിക്കൽ ഗ്രോത്തിൽ ലേണിംഗിലേക്ക് വന്നു. കോച്ചിങ് ആണ്. കോച്ചിങ് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയ ക്ലാരിറ്റി കിട്ടിയപ്പോ, എനിക്ക് വീക്കായ ആസ്പെക്റ്റിലൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയപ്പോ ഐ ഫെൽറ്റ് ലൈക്ക് അത് ബാക്കിയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ ഉള്ള പോലെ തന്നെ ഐ ക്യാൻ മേക്ക് അതേഴ്സ് ഹാപ്പി. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് കിട്ടി. സോ എനിക്ക് ആ ടു ഡു ലിസ്റ്റ്, പ്രയോറിറ്റി സെറ്റിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം കുറെ ഓർഗനൈസേഷൻ എനിക്ക് നോ പറയാൻ അറിയില്ല, എല്ലാത്തിലും പോയി പെടും, എല്ലാ ദിവസവും മീറ്റിങ്ങുകൾ. പക്ഷെ ഇപ്പൊ ഞാൻ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റിൽ സീറോ, മീൻസ് ഐ ഡോണ്ട് നോ, സേവ് ഒക്കെ ചെയ്യും, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമേ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതിന്റെ വലിയൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. കാരണം എന്തോ ഒരു മിത്താണ്, അത് പറ്റൂല, ഇൻവെസ്റ്റ്മെന്റ് ഹലാലാണോ, അതിൽ പോയി പെട്ടാ കുടുങ്ങിപ്പോവോ. അതില് വലിയൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. അൽഹംദുലില്ലാ, ദാറ്റ് ഇസ് മൈ ജേർണി. താങ്ക് യു. താങ്ക് യു
ഡോക്ടർ. ഇവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാം പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ വഴി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, എന്താണ് എൻ്റെ പർപ്പസ്, ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്, എല്ലാവരും യുണീക്കാന്നൊക്കെ നമ്മൾ പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ട്. എന്ത് യുണീക്ക്നെസ് ആണ് എനിക്കുള്ളത്, നമ്മളുടെ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് ഞാൻ എങ്ങനെ വ്യത്യസ്തമാവുന്നത്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴാണ് പേഴ്സണലി എനിക്ക് ഒരു എങ്ങോട്ടാ പോകേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം ഞാൻ പേഴ്സണലി അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാനിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഈ ക്രൈസിസ് ഒക്കെ വന്നപ്പോൾ എൻ്റെ പേഴ്സണലി ആ ഇൻവെസ്റ്റ്മെന്റ് കാരണം വളരെ ഫ്രീ ആണ് ഞാൻ. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രോസസ്സ്, അതുപോലെ തന്നെ റിസ്ക് എമൗണ്ട്, എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ആ റിസ്ക് എമൗണ്ട് ഒക്കെ എടുത്തു വെച്ച കാരണം വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഫാമിലിയായിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്രയോറിറ്റി പല രീതിയിലുണ്ടാവും. പക്ഷെ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ബിലീവ് ചെയ്യണം എന്നുള്ളത് എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വളരെ ഡെപ്തിലുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാരിറ്റി എന്നുള്ളത്. ഒരു ഹാഫ് ആൻ അവറിൽ ഡിസ്കസ് ചെയ്ത് നിർത്തേണ്ട ഒരു ടോപ്പിക് അല്ല സത്യത്തിൽ ഒരു ക്ലാരിറ്റി എന്നുള്ള ഒരു ടോപ്പിക്ക്. പക്ഷെ നമുക്ക് യെസ് മാം പറഞ്ഞു. ഒരു കാര്യം കൂടി, അതെന്ന് വെച്ചാൽ ഞാൻ പാഷൻ ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് ഞാൻ അല്ലെങ്കിൽ സുബൈ കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് ഉറങ്ങുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ പാഷൻ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ ആ കോച്ചിങ്ങിൽ കയറി കഴിഞ്ഞപ്പോ എന്റെ ഉറക്കമൊക്കെ അങ്ങ് പമ്പ കിടന്നു എന്ന് പറയുന്ന പോലെ ഫുൾ ആക്റ്റീവായി. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരുന്നു എന്റെ ക്ലാരിറ്റിയിലുള്ളത്. യെസ്, ബ്യൂട്ടിഫുൾ. അത് വൺസ് നമ്മൾ ആ ഒരു പാഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ പേഴ്സണലി, ഞാനിപ്പോൾ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിലിങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ന്യൂ അപ്ഡേഷൻ അബൌട്ട് സെയിൽസ്. എനിക്കതാണ് പാഷൻ, ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുക. അതൊരിക്കലും മണി ഓറിയന്റഡ് അല്ല. എനിക്ക് ആളുകളെ സംസാരിക്കുക, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുക, അവരെ ചിരിക്കുക, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പം എൻ്റെ ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് എനിക്ക് കൂടുതൽ ആളുകൾക്ക് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ആ രീതിയിലാണ് ഞാൻ എന്നെ കണ്ടത്. അപ്പൊ അപ്പൊ അവിടെ എൻ്റെ പർപ്പസ് അതാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് മെത്തേഡ് അതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കത് ചെയ്യൽ ത്രില്ലായി എന്നുള്ളതാണ്. രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ്. ഇപ്പോൾ ഇവിടെ എൻ്റെ മെൻഡറെ ബുക്ക് ഇരിക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ടാണോ? CEO ഇൻ ആക്ഷൻ, സെൻസിയുടെ ബുക്കാണ്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ ഒരാളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓതർ അറിഞ്ഞിട്ട് വേണം ബുക്ക് വായിക്കാൻ എന്നുള്ളത്. അപ്പോൾ എൻ്റെ മെൻഡറൊക്കെ അറിയാം. അപ്പം എല്ലായിടത്തും ഇവിടെ ഹൊറിസോണ്ടൽ ലേണിംഗ്, വെർട്ടിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞു. ഞാൻ എല്ലായിടത്തും പോയി, എനിക്ക് 2-3 മെന്റേഴ്സാണ് ഉള്ളത്. എല്ലായിടത്തും പോയി ഞാൻ പഠിക്കാറില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കൺഫ്യൂഷൻസ് വളരെയധികം കുറക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ, അതാണോ ശരി ഇതാണോ ശരി, അവിടെയൊക്കെ ക്ലാരിറ്റി പോകും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലേണിംഗ്, വെർട്ടിക്കൽ ലേണിംഗ് മാം പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് ഈ ക്ലാരിറ്റി ഉണ്ടാവുന്നതോട് കൂടിയിട്ട് എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്, എനിക്ക് എന്താ പഠിക്കേണ്ടത്, ഏത് സ്കില്ലാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ഏത് മേഖലയിലോട്ട് എത്തണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള അപ്ഡേഷൻസ് വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 5 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം ഇന്നത്തെ ഒരു ടേക്ക് അവേ ആക്കി എടുക്കാനുള്ളത്. അപ്പോൾ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. വി ഹാവ് ടു ഡു എവറിത്തിങ് വിത്ത് പ്യൂർ ഇൻറ്റൻഷൻ ആൻഡ് ദ ക്ലാരിറ്റി ആൻഡ് ദ പർപ്പസ്. ആ ഇൻറ്റൻഷൻ ഉണ്ടാവണം, ആ ഇൻറ്റൻഷനോടൊപ്പം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റിയിൽ വരുന്നതാണ് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് നമ്പേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ വിഷൻ, ഇതൊക്കെ ക്ലാരിറ്റി എന്നാണ് വരുന്നത്. പല കാര്യങ്ങൾ ക്ലാരിറ്റി ത്രൂ ആണ് വരേണ്ടത്. പ്രൊഫഷൻ ആണെങ്കിലും പലതും ഇതൊക്കെ ക്ലാരിറ്റി ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരാൾ ഇന്നത്തെ 3 ടേക്ക് അവേ ഇവിടെ പറയണം. അത് ഇന്ന് ഡിസ്കസ് ചെയ്ത, ഇനി ഈ ഒരു മാസം ഈ 3 പേരാവും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉണ്ടാവുക. കാരണം കണ്ടിന്യൂവേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂവേഷൻ, ആരാണോ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നത് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ആക്ഷൻ എടുത്തു, കാരണം എനിക്ക് എൻ്റെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പം അതുപോലെ 3 പേര് ആക്ഷൻ എടുത്തു. അപ്പം അവരെന്നാവും ഇനി ഈ ഒരു
ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉണ്ടാവുക. പിന്നെ അതിനനുസരിച്ച് പല രീതിയിലും നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. യെസ്, ആരാണ് ഇന്നത്തെ ടേക്ക് അവേ ഇവിടെ ഷെയർ ചെയ്യുന്നത്? അതോടനുസരിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഒരു 3 ടേക്ക് അവേ ഇന്ന് കിട്ടിയത്. ഈ ഡിസ്കസ് ചെയ്ത ആളുകളാവണമെന്നില്ല, ആരാണെങ്കിലും ഇറ്റ്സ് ഓൾവേസ് വെൽക്കം. ഇനി ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. യെസ്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. എന്തെങ്കിലും 3 പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് കിട്ടി, എനിക്കതൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. യെസ്, സജീന മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ആരോ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ്. യെസ്, അത് വിവോ. വിവോ എന്ന് പറയുന്നത്. യെസ്, അത് പേര് കിടക്കുന്നത് വിവോ എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പേര് വിളിക്കാൻ പറ്റും. അസ്സലാമലൈക്കും. യെസ്, പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. യെസ്, ക്ലിയർ ആണ്? ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്, പറഞ്ഞോളൂ. ഈച്ച് ആൻഡ് എവരി വൺ ആയിട്ട് ഓരോരുത്തർക്കും അവരുടെ ക്ലാരിറ്റി ഓരോ മേഖലയിലായിരിക്കും. പക്ഷെ അന്തിമമായിട്ടും അത് ചെന്നെത്തുക പരസഹായത്തിന്റെ അതിന്റെ ആനന്ദത്തിലായിരിക്കും. അതായത് നമ്മുടെ കൂടെ ഉള്ളവരെ സഹായിക്കുന്നതിലെ ആനന്ദത്തിലായിരിക്കും അത് റൺ ചെയ്യുന്നതും പല രീതിയിലും. ഇപ്പൊ ഡോക്ടറാണ്, ഡോക്ടർ സർവീസ് മേഖലയിലായിരിക്കും. നിജമാണെങ്കിൽ എന്താ പറയാ മാർക്കറ്റിംഗ് മേഖലയിലൂടെ ആയിരിക്കും. സജ്ന മാം ആണെങ്കിൽ ഇംഗ്ലീഷ് ലേണിംഗ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റൊരാളിലേക്ക് കൊടുക്കുന്ന സമയത്താണ് അൾട്ടിമേറ്റ്ലി അതിന്റെ പർപ്പസ് ഫുൾ ആവുന്നത് എന്നാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കയ്യിലുള്ളത് എന്താണോ, ഈവൻ എൻ്റെ മുഖത്തൊരു പുഞ്ചിരിയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്താണ് ഞാൻ അത് പർപ്പസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുകയും ഞാൻ അതിന് പാഷനറ്റ് ആവുകയും അതെനിക്ക് ക്ലാരിറ്റി ഉള്ള വേ ആയി മാറുകയും ചെയ്യുന്നത് എന്നാണ്. ഇത്രയും ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് ഇവിടുന്ന് മനസ്സിലായ ഒരു കാര്യം, എന്താണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ സാധനം, ആ ഒരു സാധനത്തെ തൻ്റെ കൂടെ ഇരിക്കുന്ന തൻ്റെ കൂടെ ഉള്ള സഹജീവികൾക്ക് പകർന്നു നൽകുക വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, ഒന്നും പ്രതീക്ഷിക്കാതെ അത് കൊടുത്തു നൽകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇന്നർ പീസ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നത് എന്നും സക്സസിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ. ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഞാൻ കേട്ട വാക്കിന് എനിക്ക് കിട്ടിയ ടേക്ക്. താങ്ക് യു മാം. ഷാദിയ മാമിന്റെ പണ്ട് മിറാക്കിൾ ഗ്രൂപ്പ് മെമ്പേഴ്സാണ് ഞങ്ങള്. അന്ന് മുതലുള്ള കണക്ഷനാണ്. താങ്ക് യു സോ മച്ച്. എനിക്കൊന്ന് ഹ്യൂമാക്സിൽ അല്ലേ, ഹ്യൂമൻ ഹബ്. യെസ്, ഹുബ്നബിലൂടെ നമ്മളൊരു മിറാക്കിൾ ഉണ്ടാക്കി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ. ആ ഒരു ടേക്ക് അവേ ഉണ്ടാവുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മൾ കാണാത്തൊരു ഹെൽപ്പ് നമുക്ക് വരുന്നുള്ളതാണ് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളറിയാതെ പല ആളുകൾക്കും മെന്ററിങ് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്നെ അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയാണ്. നമ്മൾ ഒരാളെ കിട്ടുന്നത് എത്രയാണോ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. എപ്പോഴും കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ്. ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ലേണിംഗ് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുന്നവരാവുക എന്നുള്ളൊരു ടേക്ക് അവേ ആണ് ഷാദിയ മാം ഇവിടെ തന്നത്. താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈമിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ, ഒരു കോംപ്രമൈസ്, നെവർ കോംപ്രമൈസ്. 9:05 വൈൻഡപ്പ് ഇന്ന് തുടക്കമായ കാരണമാണ്. കാരണം ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം അത് അത് അതിൻ്റെ ഒരു വാല്യൂ അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതും എൻ്റെ മെൻറ്റേഴ്സും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ ഷാർപ്പ് ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഷാർപ്പ് ടൈമിൽ നമ്മൾ ക്ലോസ് ചെയ്യും. അത് ഒരാളാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ, എല്ലാവരും ഉണ്ടെങ്കിൽ അങ്ങനെ. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ. നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ആ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ കോംപ്രമൈസ് ഇല്ലാത്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ ഗ്രേറ്റ് ഡിസ്കഷൻസ്. നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റമദാൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എല്ലാവരും ജോയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. യെസ്, ഞാനിത് അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. താങ്ക് യു. ലീഡർ. താങ്ക് യു. Thank you.